നിൻ കൃപ ഇവരെ മറയ്ക്കണമേ. അഭിമുഖമായി ദയ നിൽക്കണമേ. ദുഷ്ടപ്പടയിൽ നിന്നും കാത്തിടട്ടെ നിൻ ശ്ലീബ. മുറിയൊൻ സദറുന്നുൻ റഹ്മായി തൈബൂത്തോക്തേ കുംബാഫായ് വസ്ലി ബൊക്തം നാതർല മെൻബിഷോ ഹൈലാവൂത്തേ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധ വലിയ നോയമ്പിൻ്റെ അനുഭവത്തിലൂടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം കടന്നു പോവുകയാണ്. ആത്മീയതയുടെ 3 നെടുന്തൂണുകൾ, 3 പില്ലേഴ്സ് ഓഫ് ദ സ്പിരിച്വൽ ലൈഫ് എന്ന് വിശേഷിപ്പിക്കുന്ന പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം എന്നിവ യഹൂദ പാരമ്പര്യത്തിൽ വിശേഷിക്കപ്പെടുകയും അനുഷ്ഠിക്കപ്പെടുകയും ചെയ്യുന്നവയാണ്. പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മ ഇവ 3ഉം പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. പ്രാർത്ഥന ആത്മീയ തലത്തിൽ നടക്കേണ്ടുന്ന ഒരു പ്രക്രിയയാണ്. പ്രാർത്ഥന ഇപ്പോൾ അത് അതരം കൊണ്ടുള്ള ജൽപ്പനമായി മാറിയിരിക്കുകയാണ്. ശരീരവും മനസ്സും ആത്മാവും സംയുക്തമായി വ്യാപരിക്കുവാൻ സഹായിക്കുന്ന സംവിധാനമാണ് കുമ്പിട്ടുള്ള നമസ്കാരം. എപ്പോഴും സാന്നിധ്യബോധം അനുഭവിക്കുന്ന അവസ്ഥയിൽ ഇതുതന്നെയാണ് പ്രാർത്ഥനയുടെ ആദ്യത്തെ ലക്ഷ്യം. 2 ഉപവാസം. ഇത് നമ്മോട് തന്നെയുള്ള ബന്ധത്തിൽ നിന്ന് ഉളവാകേണ്ടതാണ്. ഭക്ഷണത്തിലുള്ള വർജനം ദൈവം തന്നെ അനുശാസിച്ചാണ്. അത് ഏദനിൽ വെച്ചായിരുന്നു. അവിടെയുള്ള ലംഘനമാണല്ലോ വീഴ്ചയുടെ കാരണം. യഹൂദ സഭയിൽ ഉപവാസം ഘട്ടങ്ങളായി ഉണ്ടായിരുന്നു. ഏറ്റവും കർശനവും നിർബന്ധവുമായിരുന്നു. മോശയും ഏലിയായും യിരെമ്യാവും യസ്രായും ഓരോ ഘട്ടങ്ങളിൽ ഉപവസിച്ചവരായിരുന്നു. ആ പാരമ്പര്യത്തിൽ നിന്ന് വന്ന നമ്മുടെ കർത്താവും ഉപവസിച്ചു. കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം അപ്പോസ്തലന്മാർ ഉപവാസം അനുഷ്ഠിച്ചു. എന്നാൽ 2-ാം നൂറ്റാണ്ട് മുതൽ ഉയർപ്പ് പെരുന്നാളിൻ്റെ ഒരുക്കത്തിനായി നോമ്പും ഉപവാസവും അനുഷ്ഠിക്കുവാൻ തുടങ്ങി. 3 ദാനധർമ്മം. നോമ്പിനെപ്പറ്റി പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്, വിശപ്പുള്ളവന് നിൻ്റെ അപ്പം നുറുക്കി കൊടുക്കേണ്ടത്, സാധുക്കളെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ ഉടുപ്പിക്കുന്നതും ചെയ്താൽ യഹോവയുടെ മഹത്വം നിൻ്റെ കൂടെയിരിക്കും. ഞാൻ സഹോദരൻ്റെ കാവൽക്കാരനോ എന്ന മനോഭാവത്തിൽ നിന്ന് മാറി ഇവരെ കണ്ട് എൻ്റെ മനസ്സലിയുന്നു എന്ന യേശുവിൻ്റെ മനോഭാവത്തിലേക്ക് വരുവാൻ ഈ പരിശുദ്ധ നോയമ്പ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്